ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ചെറിയ സാധാ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരു പ്രോൺ ഉലർത്തിയതും തെള്ളി ഉലർത്തിയതും പിന്നെ ഒരു വെള്ളരിക്ക മോരുകറി, അത് രണ്ടാണ് നമ്മളിന്ന് ലഞ്ചിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാനൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് പാത്രത്തിലോട്ടിടാം. അതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് പുളി, ഇതാണ് മെയിൻ ഐറ്റം കേട്ടോ, പുളി, കൊടംപുളി. പിന്നെ കൊച്ചുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് തേങ്ങ കൊത്തിടുക. തേങ്ങാക്കൊത്ത് മസ്റ്റാണ് കേട്ടോ, പുളിയും തേങ്ങാക്കൊത്തും മസ്റ്റായത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒരു 10-15 മിനിറ്റ്സ് വേവിച്ചാൽ മതി കേട്ടോ. 10-15 മിനിറ്റ്സ് വേവിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടി അതിന് ശേഷം കൂടെ സവോള ഇട്ട്, കൊച്ചുള്ളിയാണ് നല്ലത് ഉണ്ടെങ്കിൽ അതിടുക. പിന്നെ അതിന് ശേഷം കറിവേപ്പില മസ്റ്റാണ്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അല്പം ഗരം മസാലയും കൂടി ഇട്ട് മൂപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസിനെ ഇടാം. ഇത് ഗ്രേവിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ നമുക്കിത് ഉലർത്തിയെടുക്കാം. നല്ലപോലെ ഉലർത്തിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിലരിങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കും, ചിലർ നല്ലപോലെ ഉലർത്തി കറുകറാന്ന് നമ്മുടെ ഈ ബീഫൊക്കെ ഉലർത്തത്തില്ലേ, അതുപോലെ ഉലർത്തും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രോൺസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളരിക്ക കറി വെക്കാം. വെള്ളരിക്ക തൈര് ഒഴിച്ചു, ഇഷ്ടമുള്ളൊരു കറിയാതെ. പിന്നെ അത് പെട്ടെന്ന് ചെയ്യാം, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളരിക്കായ്ക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞളിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ഈ കറി. എല്ലാവരും ചെയ്യുന്ന കറിയാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ മോരൊഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടത് സൂപ്പറായിട്ട് നല്ല കടുക് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളരിക്ക മോര് കറി റെഡി. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, പിന്നെ വത്തലുമുളക്, അതിൻ്റെ കൂടെ കുഞ്ഞുള്ളി, കറിവേപ്പില. റേഷൻ പോലെ കേട്ടോ നമ്മുടെ കറിവേപ്പിലയൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു 5-8 ഈ പിടിയെടുത്ത് അങ്ങോട്ട് ഇടാം. ഇവിടെ കുറവല്ലേ കിട്ടുന്നത്. എന്നിട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വെള്ളരിക്ക മോര് കറി റെഡി. അപ്പം നല്ല വിശക്കുന്നുണ്ട്. ഈ ഉടനെ കഴിക്കുകയാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ കറി. എല്ലാവരും വെക്കുന്ന ഒരു കറി കേട്ടോ, ഇത് പഠിപ്പിക്കുന്നൊന്നുമല്ല, ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളേ. അപ്പോൾ ചോറ് പ്ലേറ്റ് എടുത്തു, നല്ല ചൂടാന്നുള്ള ചോറിൻ്റെ മേളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ മോര് കറിയും കൂടെ അങ്ങോട്ട് ഒഴിക്കണം. അതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ലാവിഷായിട്ട് ഒഴിക്കണം കേട്ടോ, കുറവൊന്നും കാണിക്കരുത്. പിന്നെ നമ്മുടെ ഉലർത്തി വെച്ചിരിക്കുന്ന നല്ല പ്രോൺ കറി അതും ആ സൈഡിലോട്ട് വെക്കുക കേട്ടോ. 2 കറി മതി, അത് കൂടെ ഒന്നും വേണ്ട. ഈ ഒരു ചാറ് കറി പ്രോൺസും മാത്രം മതി, നമുക്ക് ഒരു കൊട്ട ചോറുണ്ണാം. പക്ഷെ ചോറുണ്ണാൻ പറ്റത്തില്ല, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളത് കുറച്ചാക്കിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ പപ്പടം കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ലഞ്ച് റെഡിയായി. നമുക്ക് എല്ലാ ദിവസവും ഒന്നും ചൂടോടെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ ജോലി ചെയ്യുന്നവരല്ലേ. അപ്പോൾ വീക്കെൻഡിലൊക്കെയാണ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. അപ്പം
പ്രോൺസും ഇച്ചിരി ചോറും കൂടി എടുത്തിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഹലോ, ബാക്കി കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ബായ്.